بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അമല് ചെയ്യാനുള്ള സാഹചര്യം അല്ലാഹു തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ. അമല് ചെയ്യുന്നിടത്ത് പൈശാചിക ഇടപെടലുകളുണ്ട്. അമല് ചെയ്യുന്ന ആളെ പിന്നോട്ട് വലിക്കാൻ, അമലിന്റെ പ്രതിഫലം കുറയ്ക്കാൻ, അമല് നഷ്ടപ്പെടുത്താൻ പിശാച് ഇടപെടാതെ അങ്ങനെ ഒരു സാഹചര്യം സംവിധാനിക്ക വഴി അമലിന് ഇരട്ടിക്കൂലി എന്ന രീതിയിൽ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് പരിശുദ്ധമായ റമദാൻ മാസത്തെക്കുറിച്ചാണ്. അതായത് റമദാനിൽ അമല് ചെയ്യൽ ഒന്നാം സ്ഥാനത്താണ്. സാഹചര്യം റബ്ബ് തന്നെ പ്രത്യേകം സംവിധാനിച്ചു. പിശാചുക്കളെ കെട്ടിയിടപ്പെട്ടിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാന്റെ ഒന്നാം രാവ് എത്തലോടുകൂടെ, അതായത് നിലാവ് കാണലോടുകൂടെ തന്നെ സുഫീദത്തി ശയാത്തീനു വ മറദത്തുൽ ജിന്ന് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചുക്കളെ അല്ലാഹു കെട്ടിയിടുന്ന മാസം. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ഒരുപാട് പ്രതിഫലത്തിന്റെ പ്രത്യേകതകളുമായി ഈ സമുദായം മുന്നേറിയ മാസം. അമല് ചെയ്യാൻ ഒന്നാം സ്ഥാനം റമദാനിൽ എങ്കിൽ രണ്ടാം സ്ഥാനം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം അമല് ചെയ്ത്, തന്റെ അടിമ അമല് ചെയ്ത് കാണാൻ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ അമലിനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മാസമാണ് ദുൽഹിജ്ജ, പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. റമദാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ള പലതും ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയായി വരുമ്പോൾ അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വകാര്യമായ സമയമായി, അങ്ങനെ വലിയ പ്രതിഫലത്തിന്റെ വാഗ്ദാനം കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിന് മാത്രമായി എന്ന രീതിയിൽ റമദാൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. കാരണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മാസം, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ മാസമാണ്. അമല് കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മാസമായ റമദാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുത്തുനബിയുടെ മാസമാണ്. അയ്യാമുൽ അശ്ർ എന്നത് രണ്ടാം സ്ഥാനത്തേക്ക് ദുൽഹിജ്ജ മാറുമ്പോൾ, അയ്യാമുൽ അശ്ർ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രത്യേകത കൊണ്ട് ദുൽഹിജ്ജ മാസം രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് രണ്ടാം സ്ഥാനത്തെ ആളുടെ മാസമാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ. ഒന്നാം സ്ഥാനത്തെ മാസമായ റമദാന്റെ പ്രത്യേകത ഖുർആന്റെ അവതരണമാണ് എങ്കിൽ രണ്ടാം സ്ഥാനത്തെ മാസമായ ദുൽഹിജ്ജ അതിന്റെ ആദ്യത്തെ 10 ദിവസം അടക്കം ആ ദുൽഹിജ്ജ മാസം 4 ദിക്റുകളുടെ മാസമാണ്. ഒന്നാം സ്ഥാനത്തെ മാസത്തെ ഖുർആൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ നമ്മളിൽ എത്തിയെങ്കിൽ രണ്ടാം സ്ഥാനത്തെ മാസമായ ദുൽഹിജ്ജയിലെ ആ 4 ദിക്റുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നമ്മളിൽ എത്തി. വിശദമായി പറഞ്ഞാൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപന സ്മരണ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ദുൽഹിജ്ജ. ഹജ്ജിന്റെ അമല്, ഉദ്ഹിയ്യത്ത് അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിശുദ്ധമായ ഖുർആന്റെ അവതരണം സമൂഹത്തിൽ, സമുദായത്തിൽ, ലോകത്തിൽ ഉണ്ടായി.
ഇബ്രാഹിം നബിയിലൂടെ രണ്ടാം സ്ഥാനത്തെ മാസമായ ദുൽഹിജ്ജയുടെ സന്ദേശമായി 4 ദിക്റുകൾ നമ്മളിലേക്ക് എത്തി. ആ 4 ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 ദിക്റുകളാണ്. ഇത് 4ഉം ഇബ്രാഹിമി സമ്മാനമാണ് അലൈഹിസ്സലാം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് ഞാൻ പറയാം, അപ്പോൾ ഈ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാകും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മിഅ്റാജിന്റെ അനുഭവം പറയാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം അള്ളാന്റെ ഹബീബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹീമ ലൈലത ഉസ്രിയ ബി. ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ 7 ആകാശത്തിനപ്പുറം മഹാനായ ഹബീബായ നബി തങ്ങൾ കാഴ്ചകൾ പലതും കണ്ടപ്പോ ബൈത്തുൽ മഅ്മൂറിലേക്ക് ചാരിയിരിക്കുന്ന ഒരു മഹാനായ മനുഷ്യനെ കണ്ടു, ഒരു പിതാവിനെ കണ്ടു, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്ത് നബിയോട് പറഞ്ഞുവത്രേ, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്രി ഉമ്മതക മിന്നിസ്സലാം, അങ്ങയുടെ സമുദായത്തോട് എന്റെ സലാം പറയണേ നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അങ്ങയുടെ സമുദായത്തോട് എന്റെ സലാം അറിയിക്കണേ. ഖലീലുല്ലാഹി തങ്ങൾ പറയാണ് ഈ സമുദായത്തെ ഏൽപ്പിക്കാൻ. വഅഖ്ബിറുഹും, അവരോട് പറഞ്ഞു കൊടുക്കണേ, അന്നൽ ജന്നത തീബത്തുത് തുർബ അദ്ബത്തുൽ മാ, സ്വർഗമെന്ന് പറഞ്ഞാൽ കൃഷിക്ക് പറ്റിയ നല്ല മണ്ണുള്ള ഇടമാണ്, ശുദ്ധമായ ജലസംഭരണിയുള്ള ഇടമാണ് സ്വർഗം. ഒന്ന് അവിടെ പോയി അങ്ങയുടെ സമുദായത്തോട് പറയണേ. അതായത് എന്നോട് നിങ്ങളോടൊക്കെ പറഞ്ഞേക്കാൻ, അള്ളാഹു അത് കേട്ടവരിൽ ചേർക്കട്ടെ. സ്വർഗത്തിന്റെ കൃഷിയോഗ്യമായ മണ്ണിലേക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വിത്ത് കൊണ്ടുപോവണം, അവിടെ നടാൻ. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വിത്തുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സയ്യിദുനാ ഇബ്രാഹീം. നമ്മോട് ആ വിത്ത് ഇവിടെ വെച്ച് ചൊല്ലിയിട്ട് അങ്ങോട്ട് പോയിക്കോ, അവിടെ കൃഷി നടത്താം. ഈ 4 ദിക്റുകൾ സ്വർഗത്തിലേക്കുള്ള വിത്താണെന്ന് സയ്യിദുനാ ഇബ്രാഹിം മുത്തുനബിയോട് മിഅ്റാജിൽ പറഞ്ഞേൽപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ഇബ്രാഹിം നബിയുടെ 4 ദിക്റുകളാണ്, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ നിർദ്ദേശപ്രകാരമുള്ള 4 ദിക്റുകൾ. 1-ാം സ്ഥാനത്തെ മാസമായ റമളാനിൽ ഖുർആൻ ഇറങ്ങി. 2-ാം സ്ഥാനത്തെ മാസം ദുൽഹിജ്ജ, അത് ഇബ്രാഹിമി സ്മരണയുടെ മാസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്ന ദിക്റുകൾ. ഇനി കേട്ടോളൂ, ഖുർആൻ കഴിഞ്ഞാൽ 1-ാം സ്ഥാനം ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ 2-ാം സ്ഥാനം ഈ 4 ദിക്റുകൾക്കാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 4ഉം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ കണ്ടോളൂ. 2-ാം സ്ഥാനത്തുള്ള മഹാൻ പഠിപ്പിച്ച ഈ 4 ദിക്റുകൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ 2-ാം സ്ഥാനത്ത് തന്നെയാണ്. എത്ര രസകരമായ രീതിയിലാ പ്രമാണങ്ങൾ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏത് ക്രമത്തിൽ ചൊല്ലിയാലും, ഇനി സുബ്ഹാനല്ലാഹ് ഇടക്ക് ചൊല്ലി, അൽഹംദുലില്ലാഹ് ആദ്യം ചൊല്ലി, ഏത് ക്രമത്തിൽ ചൊല്ലിയാലും പ്രശ്നമില്ല. ഹദീസ് കേട്ടോളൂ. അൻ സമുറത ബിൻ ജുൻദുബ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ 2-ാം സ്ഥാനത്തെ ഏറ്റവും നല്ല വർത്തമാനം വഹുവ മിനൽ ഖുർആൻ. ഇടക്കൊന്ന് പറയട്ടെ, ആ 4 വർത്തമാനങ്ങൾ അത് പരിശുദ്ധമായ ഖുർആനിൽ പെട്ടത് തന്നെയാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വർത്തമാനം 4 ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. ആ 4 ക്രമം തെറ്റിച്ചൊല്ലി എന്ന് വെച്ച് പ്രതിഫലത്തിൽ കുറവില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഈ ദിക്റുകളാണ്. അപ്പൊ ഖുർആൻ റമളാനിന്റേതാ, റമളാൻ മുഹമ്മദ് നബിയുടേതാ. ദുൽഹിജ്ജ ഇബ്രാഹിം നബി സ്മരണയിലാ. ദുൽഹിജ്ജയിൽ ഖുർആൻ അവിടെ ഉള്ള പോലെ ഇവിടെ ഉള്ളത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന 4 ദിക്റുകളാ. വലിയ കൂലിയല്ലേ? വലിയ കൂലിയാ. ഈ 4 ദിക്റുകൾ വലിയ കൂലിയാ. കേട്ടോളൂ, ദുൽഹിജ്ജ മാസത്തിൽ ഇത് ചൊല്ലണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ റമദാനിൽ ഖുർആൻ പാരായണത്തെ കുറിച്ച് പ്രത്യേകം പറയാറുണ്ട്.
എന്നാൽ ദുൽഹിജ്ജ മാസത്തിൽ ഈ 4 ദിക്റുകൾ ചൊല്ലുന്നതിനെ കുറിച്ച് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് പറയാം, മുസ്നദിലുള്ള ഒരു ഹദീസ് പറയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹദീസ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ ഹബ്ബു ഇലൈഹി അൽഅമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അമൽ ചെയ്ത് കാണാൻ ഇഷ്ടമുള്ള ഏറ്റവും നല്ല പീരീഡ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുന്ന ഹദീസാണ്. ഇരിക്കട്ടോളൂ. ഫഅക്തിറൂ ഫീഹിന്ന, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട അമലുകളെ കുറിച്ച് പറഞ്ഞു. ആ 10 ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ മിനത്ത് തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണേ, വത്തക്ബീർ, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണേ, വതഹ്മീദ്, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കണേ. ഈ റിവായത്തിൽ സുബ്ഹാനല്ലാഹയുടെ പ്രതിപാദ്യമില്ല, പക്ഷെ അത് ഒഴിവാക്കേണ്ടതും ഇല്ല. ഈ റിവായത്തിൽ സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല എന്ന് വെച്ച ബാക്കി 3 ഉണ്ട്. സുബ്ഹാനല്ലാഹയുടെ പ്രതിപാദ്യം മറ്റു പല റിവായത്തിലും ഉണ്ട്. അപ്പൊ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന 4 ദിക്റുകൾ ദുൽഹിജ്ജയിൽ വർദ്ധിപ്പിക്കണം. സ്വർഗ്ഗത്തിൽ എത്തുമെന്നതിൽ തർക്കമില്ല. ഈ 4 ദിക്റ് കൊണ്ട് ഈ 4 ദിക്റ് ചൊല്ലുന്നവർ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് തർക്കമില്ല, പോകുമെന്നതിൽ തർക്കമില്ല. കേട്ടൊരു ഹദീസ് പറയാം. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم مر به وهو يغرس غرسا. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച സഹാബിയാണ്. സാന്ദർഭികമായി പറയാം, വലിയ കർഷകനായിരുന്നു സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഒരു ചെടി ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം, ഒരു മരച്ചെടി നട്ടുപിടിപ്പിക്കുന്ന അബൂ ഹുറൈറയുടെ മുന്നിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് നടന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മഹാനായ ഹബീബായ നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു മരം നട്ടുപിടിപ്പിക്കുന്ന ആളോട് വലിയ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഇതിലും നല്ല മരം ഉണ്ടെന്നു കൂടി അതിന്റെ കൂടെ ചേർത്തു. യാ അബൂ ഹുറൈറ മല്ലദീ തഗ്രിസ്, എന്താ നടുന്നത്? അബൂ ഹുറൈറ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഗിറാസൽ നബിയേ, എന്റെ ഒരു മരത്തൈ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാനതങ്ങനെ നട്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നല്ല കാര്യം, എന്നാൽ ഇതിലും നല്ലതുണ്ട് കേട്ടോ, അത് മറക്കണ്ട. നട്ടത് നല്ല കാര്യം, ചെയ്തത് നല്ല കാര്യം. അതിനോട് അനുബന്ധമായി സമാനമായ മറ്റൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അലാ അദുല്ലുക അലാ ഗിറാസിൻ ഖൈറുൽ ലക മിൻ ഹാദാ, വലിയൊരു മരം നടാൻ, അല്ലെങ്കിൽ ഇതിലും നേട്ടങ്ങൾ കൂടുതലുള്ള മരം നടാൻ ഇനി അവസരമുണ്ട് കേട്ടോ, നടാതിരിക്കണ്ട. ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാലും നബിയേ, അങ്ങ് പറഞ്ഞാലും. ഏതാണ് ആ നേട്ടം, ആ മരം ഏതാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകളാണ്. യുഗ്റസു ലക ബികുല്ലി വാഹിദത്തിൻ ശജറത്തുൻ ഫിൽ ജന്ന. ഇതിൽ ഓരോന്ന് ചൊല്ലുമ്പോഴും അതിന്റെ പേരിൽ നിനക്ക് സ്വർഗത്തിൽ ഒരു മരം നടപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ മരം നടാൻ ഈ ദിക്ർ ഓരോന്ന് ചൊല്ലിയാൽ മതി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമല്ല. അഹ്മദ് സമർഖന്ദി ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ قال من قال الحمد لله تفتح له ابواب السماء. അൽഹംദുലില്ലാ ചൊല്ലിയ ആകാശത്തിന്റെ കവാടം തുറന്നു കൊടുക്കും. അതിലൂടെ അവനാവശ്യമുള്ള ബർക്കത്തുകളൊക്കെ ഇറങ്ങി വരും. അവനാവശ്യമുള്ള കാവലുകൾ അല്ലാഹു കൊടുക്കും. അവനാവശ്യമുള്ള റിസ്ക് കൊടുക്കും. വത്തക്ബീറു യംലഉ മാ ബൈനസ് സമാഇ വൽ അർളി. അല്ലാഹു അക്ബർ. പടച്ചോനെ ഞാൻ എന്തായി കാണുന്നു, അല്ലാഹു അക്ബർ പറയാറുണ്ടല്ലോ. തക്ബീർ ചൊല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ തക്ബീറിന്റെ പ്രതിഫലം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ആ വിടവിനെ നികത്താൻ കഴിയുന്ന വലിപ്പമുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനിയോ വത്തസ്ബീഹു ലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലല് ലാ യൻതഹി ഇലാ തവാബിഹി ഇൽമു അഹദിൻ ദൂനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ അതിന്റെ കൂലി എത്രയെന്ന് പറയാൻ വിവരമുള്ള ഒരാൾക്കും അവന്റെ വിവരം തികയൂല. ഔ കമാ ഖാല റസൂലുള്ളാഹി. അത്രയുണ്ട്. ദുൽഹിജ്ജ വന്നിട്ട് 4 ദിക്ർ ചൊല്ലിയില്ലേ എന്തിനു കൊള്ളാം. നമുക്ക് ഒരല്പാൽപ്പം പറഞ്ഞു പോകാം, വേഗം അവസാനിപ്പിക്കാം.
സുബ്ഹാനല്ലാഹ് ആവട്ടെ. സുബ്ഹാനല്ലാഹ്. ദിവസവും അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ള 1000 നന്മ ചെയ്യാൻ 100 സുബ്ഹാനല്ലാഹ് മതി എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ള 1000 നന്മ ഒരിക്കലും ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയില്ല. സ്വഹാബിക്ക് പോലും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയൂല എന്നവർ സമ്മതിക്കാണ്. മിസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ സഅദ് ബിൻ അബി വഖാസിന്റെ മോനാണ് റളിയല്ലാഹു അൻഹു മിസ്അബ്. മഹാനവറുകൾ പറയാ, വാപ്പ പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാപ്പ ആരാണ്? സഅദ് ബിൻ അബി വഖാസ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അന്ന് റസൂലുള്ളാഹി ചോദിച്ചു ഞങ്ങളോട്, അയഅജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട് കേട്ടോ. ഹബീബായ നബി തങ്ങൾ എന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ 1000 നന്മ അള്ളാഹ് കബൂലാക്കി എന്ന് ഉറപ്പുള്ള 1000 നന്മ. ഒരു നന്മ പറയാ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു, ഒരു രോഗിയെ സഹായിച്ചു, അല്ലെങ്കിലോ ഏതെങ്കിലും രീതിയിലുള്ള കായികമായ ഒരു സഹായം, ഒരാൾക്കൊരു ചുമടെടുത്ത് കൊടുത്ത് സഹായിച്ചു, പൈസ കൊടുത്ത് സഹായിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിലക്ക് സഹായിക്കാൻ കഴിയുന്ന 1000 നല്ല കാര്യം അള്ളാഹ് കബൂലാക്കി എന്ന് ഉറപ്പുള്ള 1000 ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് അന്നത്തെ ആ സദസ്സിൽ നിന്നും ഒരു സഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, കൈഫ യക്സിബു അഹദുനാ അൽഫ ഹസന, എങ്ങനെ കഴിയും നബി ഒരു ദിവസം 1000 ഒക്കെ ചെയ്യാൻ എങ്ങനെ പറ്റും? ഒരു 10-200 ഒരു പക്ഷേ രാവിലെ മുതൽ ശ്രമിച്ചാൽ നടക്കുമായിരിക്കും. 1000 നന്മ എല്ലാ ദിവസവും എങ്ങനെ ചെയ്യാം? എങ്ങനെ സാധിക്കും? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യുസബ്ബിഹു മിഅത തസ്ബീഹ, 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാ മതി. നല്ലോണം റാഹത്തായിട്ട് ചൊല്ലണോട്ടെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹനെ അങ്ങനെ ഓർക്കണം, റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം, റബ്ബിനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർക്കണം. എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് നല്ല താളത്തിൽ സുബ്ഹാനല്ലാഹ് 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 അങ്ങോട്ട് ചൊല്ലി ചൊല്ലി 100 ചൊല്ലാൻ ഒരു 1.5 മിനിറ്റ് മതി. 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഫയുക്തബു ലഹു അൽഫു ഹസന, അവന് 1000 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തി. 1000 നന്മ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഔ യുഹദ്ദു അൻഹു അൽഫു ഖതിആ, അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ 1000 പാപം അപ്പോൾ തന്നെ അല്ലാഹു പൊറുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1000 പാപം പൊറുക്കാൻ 100 വട്ടം, 1000 ഹസനത്ത് രേഖപ്പെടുത്താൻ 100 വട്ടം. ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹ്. ഇനി സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ചേർത്തിട്ടുള്ള ഒരു പ്രയോഗമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന പ്രയോഗം. വല്ലാത്ത ശ്രേഷ്ഠത. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പറയുന്നുണ്ട്, അൻ നബി ഹുറൈറ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അങ്ങനെ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു വേറൊരു പ്രയോഗമുണ്ട്. അങ്ങനെ ചൊല്ലിയാലും മതി. വബിഹംദിഹി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് എന്നായി. അങ്ങനെയുണ്ട്. നേരത്തെ പറഞ്ഞത് എങ്ങനെ ചൊല്ലിയാലും 4 ചൊല്ലിയാൽ മതി. 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിലല്ല, ഈ 4 തരം ദിക്റുകളായാൽ മതി. അത് വർദ്ധിപ്പിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന പ്രയോഗം ഹദീസിൽ മിക്കവാറും കാണാറുണ്ട്. അതേപറ്റി പറഞ്ഞു കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ, ആരെങ്കിലും 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അങ്ങനെ 100 വട്ടം ചൊല്ലിയാൽ, ഒരു ദിവസം 100 വട്ടം ചൊല്ലിയാൽ, അവന്റെ പാപം പൊറുക്കപ്പെട്ടു. വൈൻകാനത്ത് മിഥല സബ്ദിൽ ബഹർ, ഈ ലോകത്തുള്ള സർവ കടലും തിര തല്ലി വന്നപ്പോ അവിടെ കാണപ്പെട്ട പതയുണ്ടല്ലോ, അത്രയും എണ്ണം പാപം ചെയ്താലും അവന്റെ എല്ലാ പാപങ്ങളെയും അല്ലാഹു പൊറുക്കും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ വലയം ചെയ്തിരിക്കുന്ന കടലിന്റെ തിരമാല തല്ലി വന്നപ്പോ അത് തിര തല്ലി ഇങ്ങോട്ട് ആർത്തട്ടഹസിച്ച് ആർത്തിരമ്പി വന്നപ്പോ കരഭൂമിയോട് ചേർന്ന് പതഞ്ഞ് പൊട്ടിപ്പൊട്ടിപ്പോയ കുമിളകളുണ്ട്. അതിന്റെ എണ്ണം ഒന്ന് എടുത്തു. അത്രയും പാപം ചെയ്തവനാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് 100 വട്ടം ചൊല്ലിയ ആ പാപം പൊറുക്കാം. അത്രയും ശക്തിയാണ് ആ ദിക്റിന്.
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 4 ദിക്റുകൾ വളരെ ശക്തിയുള്ള ദിക്റാണ്. ഈ കേട്ടോളൂ, ഒരു ഹദീസും കൂടി പറയാം. സുബ്ഹാനല്ലാഹിനെ പറ്റി ഒരു ഹദീസ്. عن أبي ذر الغفاري رضي الله عنه قال رسول الله صحيح مسلم حديث പറയുന്നുണ്ട്. അലാ ഉഖ്ബിറുക ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കലാം പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആ കലാം ആ വർത്താനം ഏതാ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വർത്താനം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹീഹുൽ ബുഖാരി ഹദീസ് പറയുന്നുണ്ട്. അടുത്ത ദിക്റാണല്ലോ അൽഹംദുലില്ലാഹ്. പടച്ചോനെ എത്ര ഇതേക്കുറിച്ച് പറയാം, വേഗം പറയാം. അൽഹംദുലില്ലാഹ് എന്ന് പറയൽ തന്നെ ഒരു രസമുള്ള കാര്യമാണ്. ഇബ്ലീസ് ജീവിതത്തിൽ പരാജയപ്പെട്ടത് ഈ അൽഹംദുലില്ലാഹ് പറയാത്തതിന്റെ പേരില്ല. നമ്മളത് യഥേഷ്ടം പറഞ്ഞാൽ പരാജയപ്പെടില്ല, ഒരിടത്തും പരാജയപ്പെടില്ല. അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നതി യൗമൽ ഖിയാമ, ആദ്യം സ്വർഗ്ഗത്തിലേക്ക് ആരെ വിളിക്കാന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നതി, സ്വർഗ്ഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടും യൗമൽ ഖിയാമ അല്ലദീന യഹ്മദൂനല്ലാഹ്, അല്ലാഹുവിന് ഹംദ് പറഞ്ഞവർ ശീലമായി പോയി, ഫിസ്സറായി സന്തോഷത്തിലും, വല്ലറായി ഇടങ്ങേറിലും അൽഹംദുലില്ലാഹ് പറയും. ഒരു സ്ഥലത്ത് ബസ് നോക്കി നിൽക്കുക, അപ്പോഴുണ്ട് ആ ബസ് മിസ്സായി, നഷ്ടപ്പെട്ടു. അവൻ ഓടി ചെന്നപ്പോഴേക്കും ബസ് നഷ്ടപ്പെട്ടു, ആ സ്റ്റോപ്പിൽ നിർത്താതെ പോയി, വിഷമായി. അൽഹംദുലില്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞു. വിഷമിച്ചപ്പോഴും പറഞ്ഞു, സന്തോഷമുള്ളപ്പോഴും പറഞ്ഞു, വിഷമിച്ചപ്പോഴും പറഞ്ഞു. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോണ്ട് അവന്റെ ഒരു കൂട്ടുകാരൻ പുതിയ ബെൻസ് വാങ്ങിയിട്ട് വരാം. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കാൻ ഈ പാതിരാക്ക് ഒരു പക്ഷെ ഓട്ടോ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ ബസ് കിട്ടാതിരുന്ന ഖൈറായി. എന്തായാലും ബസ് കിട്ടാത്ത വിഷമത്തിലും അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പോഴുണ്ട് സുഹൃത്ത് അയൽവാസി ഒരു പുതിയ കാറ് വാങ്ങി വരാ. എന്തൊക്കെ അവിടെ നിൽക്കണേ? ഒന്നുമില്ല, ബസ് നഷ്ടപ്പെട്ടു. അതിനെന്താ, കാറുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. സന്തോഷം വന്നപ്പോഴും വിഷമം വന്നപ്പോഴും ഒരുപോലെ ആ നാവ് പറഞ്ഞത് അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ളവരാണ് ആദ്യം. അങ്ങനെയുള്ളവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. സൂറത്തുൽ സുമർ. സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നവരെ പറ്റി പറഞ്ഞു. അവർ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ അവര് പറയുമത്രേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയും. സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ഉച്ചരിച്ചത് ഇബ്ലീസിന്റെ ലൈഫിൽ ഇതുവരെ ഉച്ചരിക്കാത്ത ആ വാക്കാണ്. ഏതാണ് ആ വാക്ക്? അൽഹംദുലില്ലാഹ്. അള്ളാഹു തുമ്മല് കൊടുത്തു. തുമ്മി ഉടനെ ആദം നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇർഹമുക്കല്ലാഹ് എന്ന് ആദം നബിയോട് അള്ളാഹ് പറഞ്ഞതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ വലിയ സ്ഥാന തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ബിസ്മി കഴിഞ്ഞിട്ട് തുടങ്ങിയത് അൽഹംദുലില്ലാഹ്. ഖുർആനിലെ വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ്. സൂറത്തുൽ അൻആം തുടങ്ങിയത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ദുലുമാതി വന്നൂർ. അൽഹംദുലില്ലാഹ്. ഖുർആനിലെ പ്രധാന അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്.
സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തല്ലേ? വെള്ളിയാഴ്ചയിൽ രാവും പകലും ഒരെണ്ണല്ല, ഒന്നിലധികം ഓതാം. എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമല്ലേ സബ്, സൂറത്ത് സബ്. ഒരു സമൂഹം നശിച്ചത് ഡാം ദുരന്തത്തിൽ എന്ന കഥ പറയുന്ന, തൗഹീദിനെ വെല്ലുവിളിച്ച സബ് നാട്ടുകാരെ കുറിച്ച് പറയുന്ന മനോഹരമായ ചരിത്രം പറയുന്ന സൂറത്ത് സബ് തുടങ്ങുന്നത് എങ്ങനെയാ? അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വലഹുൽ ഹംദു ഫിൽ ആഖിറ. സൂറത്ത് ഫാത്തിർ. ഖുർആനിൽ സൂറത്ത് ഫാത്തിർ അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങുന്ന അധ്യായമാണ്. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി റുസുലാ. 5 അധ്യായം ഇപ്പൊ നമ്മൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട 5 അധ്യായങ്ങൾ. 5 അധ്യായങ്ങൾ അൽഹംദുലില്ലാഹ് കൊണ്ട്. അൽഹംദുലില്ലാഹ് മാറ്റി നിർത്താൻ പറ്റൂല. അൽഹംദുലില്ലാഹ് മാറ്റി നിർത്താൻ പറ്റൂല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തുമാണ്, ആദ്യത്തെ തുടക്കത്തിന്റെ വചനമാണ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറയാം. വേഗം പറയാം. ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റിയ മൃഗങ്ങൾ, ആ മൃഗത്തെ ഉദ്ഹിയ്യത്തിന് വേണ്ടി മേടിച്ചു നിർത്തണമെന്നൊന്നുമില്ല. അതിന് പറ്റിയ മൃഗമാണ്. നായ അതിന് പറ്റിയ മൃഗമല്ലല്ലോ. നായ അതിന് പറ്റിയ മൃഗമല്ലല്ലോ. പൂച്ച അതിന് പറ്റിയ മൃഗമല്ലല്ലോ. ഇപ്പൊ ഒരു മൂരി, പോത്ത്, പശു ആ പാടത്ത് നിർത്തിയിരിക്കുക, അത് ഉദ്ഹിയ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി നിർത്തിയേക്കുന്നൊന്നുമല്ല. പക്ഷെ അതിന് പറ്റിയ വർഗത്തിൽപ്പെട്ട മൃഗമല്ലേ. അതിനെ കാണുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന പറയൽ വലിയ പുണ്യമാണ്. ഏറ്റവും വലിയ കീഴടങ്ങൽ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ. ബാങ്കിൽ കേൾക്കാം അല്ലാഹു അക്ബർ. എവിടെയൊക്കെയാ അല്ലാഹു അക്ബർ ഉള്ളത്? എവിടെയായി തക്ബീർ തുടങ്ങി? അന്നഹു ലമ്മാ ദബഹഹു ഖാല ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കുന്ന നേരത്ത് ജിബ്രീൽ പറഞ്ഞതാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോഴുണ്ട് അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്മായിൽ നബി കമഴ്ന്ന് കിടന്നുകൊണ്ട് കഴുത്തിലിങ്ങനെ, കഴുത്തിന്റെ കുഞ്ചിയിൽ പുറം ഭാഗത്താണ് കമഴ്ത്തി കിടത്തി അർത്ഥമെന്നാണ് പ്രധാന അഭിപ്രായം. മണ്ണിൽ കിടക്കുന്ന ഇസ്മായിൽ നബി പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോഴുണ്ട് അറവ് വേണ്ട, സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ആടിനെ അറുത്താൽ മതി എന്ന പ്രഖ്യാപനവുമായി ഇബ്രാഹിം നബിയുടെ പരീക്ഷണ വിജയത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വർത്തമാനമാണ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാളിന് ചൊല്ലാറില്ലേ തക്ബീർ? നിസ്കാരത്തിലുടനീളം തക്ബീർ. മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലണ കാര്യം പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. ദുൽഹിജ്ജയിലെ പ്രധാന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിൽ അല്ലാഹു അക്ബർ പറഞ്ഞു. വേഗം പറയാം. ഇനിയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് റസൂലുള്ളാഹി പറയുന്നത് കേട്ടാൽ വായ കൊണ്ടൊരു നബി പറഞ്ഞ ഏറ്റവും നല്ല വർത്താനം എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറം ഒരു നബി പറഞ്ഞതിൽ ഏറ്റവും നല്ലത് عن طلحة بن عبيد الله بن كريز أن رسول الله صلى الله عليه وسلم ഇമാം ബൈഹഖി ഇവിടത്തെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അഫ്ളലു ദുആഇ ദുആഇ യൗമി അറഫ. ദുൽഹജ്ജ് 9 അന്ന് അറഫയിൽ നടക്കുന്ന ദുആ വലിയ ശ്രേഷ്ഠതയുള്ള ദുആയാണ്. ഇനി അറഫയിൽ നടന്നില്ല, ദുൽഹജ്ജ് 9 നമ്മുടെ വീട്ടിൽ വെച്ച് നടന്നു. ശ്രേഷ്ഠതയാണ് ദുൽഹജ്ജ് 9 എന്ന പരിഗണനയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ ദുൽഹജ്ജ 9 അന്നത്തെ ദുആയാണ്. ഇനി കേട്ടോളൂ, ഹദീസിൽ ഉള്ളതാണ്, അങ്ങ് പറഞ്ഞു. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്
അതിന്റെ വകഭേദങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്റുകൾ. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞ എല്ലാ നബിമാരും പറഞ്ഞതിലെ ഏറ്റവും വലിയ വർത്തമാനം. അത് കൂടുതൽ ചൊല്ലിയാൽ മരിക്കാൻ നേരം അത് കൂടുതൽ ചൊല്ലാൻ കഴിയും. മരണത്തോട് അടുക്കും തോറും ഓർമ്മ വരുമ്പോഴൊക്കെ ഇങ്ങനെ ചൊല്ലാൻ കഴിയും. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ അല്ലാഹു ആ വർത്തമാനം കൊണ്ട് ഉറപ്പിച്ചു നിർത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ബഗവി അവിടുത്തെ ശറഹ് സുന്നയിൽ പറയുന്നുണ്ട് ഹദീസ്, ഖതീബ് തിബ്രീസി മിഷ്കാത്തിലും പറയുന്നുണ്ട് ഹദീസ്. അൻ അബീ സഈദ് അൽ ഖുദ്രി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവോട് പറഞ്ഞ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാം അല്ലാഹുവോട് ചോദിച്ചു, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി വഅഊദു ബിക ബിഹി. അല്ലാഹുവേ, ഒരു ഇൽമ് എനിക്ക് വേണം. ആ ഇൽമ് ഒരു അമലാവണം, ഒരു ദിക്റാവണം. അത് ചൊല്ലി ഞാൻ നിന്നെ ഓർക്കും. അതോടൊപ്പം തന്നെ നിന്നോട് ഞാൻ അഭയം തേടും. അങ്ങനെ അതിനെ പറ്റി ഒരു അമൽ എനിക്ക് ചൊല്ലാൻ തരണം എന്ന് അല്ലാഹുവോട് ചോദിച്ചു. ആര് ചോദിച്ചു? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിയോട് പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. മൂസ നബിക്ക് അത് പറ്റിയില്ല. യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ, അല്ലാഹു നീ എന്തായി പറയുന്നത്? നിന്റെ എല്ലാ അടിമയും ഇത് ചൊല്ലുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സുനീ ബിഹി, എനിക്ക് മാത്രം ചൊല്ലാൻ പ്രത്യേക ശ്രേഷ്ഠതയുള്ള എന്തെങ്കിലും ദിക്റോ അമലോ ഞാൻ ചോദിച്ചത്. ഇതെല്ലാരും ചൊല്ലണല്ലേ? അല്ലാഹുവിന് ഇഷ്ടമായില്ലത്. അല്ലാഹു പറഞ്ഞു, യാ മൂസാ ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർദീന സബ്അ وضعنا في كفة ولا إله إلا الله في كفة لمالت بهن لا إله إلا الله. ആകാശഭൂമിയും അതിലുള്ള സർവ്വതിനെയും അവർ ചെയ്ത അമലുകളെയും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് മാത്രം തുലാസിന്റെ മറ്റേ തട്ടിൽ ഒറ്റയ്ക്ക് വെച്ചാൽ ലമാലത് ബിഹി ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ഭാരം കൂടുതലെന്ന് അല്ലാഹു മൂസ നബിയോട് പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒഴിവാക്കല്ലേ, പാഴാക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹും കൂടി കൂട്ടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇപ്പൊ ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോ സാധാരണ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, ലാ ഹൗല അതിന്റെ കൂടെ കൂട്ടണ ഉസ്താദ്. അത് ഈ 4 പെട്ടതല്ല, 5 വേറെയാണ്. ഒരു അമൽ എന്ന നിലയിൽ അത് വേണ്ടി ചൊല്ലിക്കും. പക്ഷേ ദുൽഹിജ്ജയുടെ 4 ദിക്റുകൾ ഈ 4 ദിക്റാണ്. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പുണ്യമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിന്റെ അനുഗ്രഹീത ദിനരാത്രങ്ങൾ ഉപകാരപ്പെടാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ച പലരും രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് രോഗമാണെങ്കിലും നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ ദുആ ചെയ്യാൻ പറഞ്ഞു, നീ ഖൈറായ രീതിയിൽ അതിന്റെ പര്യാവസാനത്തിൽ എത്തിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ നീ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹറാമുകളിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിത സന്ധാരണ മാർഗങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഖത്മോദിയ പലരും ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ട്. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് റബ്ബേ
അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാഹ്. പുണ്യമാക്കപ്പെട്ട ഹജ്ജ് ഉംറ കർമ്മത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്. ആരോഗ്യം നൽകുക അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഈ വർഷത്തെ ഉദ്ഹിയത്ത് കർമ്മങ്ങൾ കബൂലാക്കണേ അല്ലാഹ്. അതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് മാരക രോഗങ്ങൾ, വിപത്തുകൾ, പകർച്ചവ്യാധികൾ, ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഭരണ സംവിധാനം ഞങ്ങളുടെ രാജ്യത്ത് വരണമല്ലോ. اللهم ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.